ലൈംഗിക ബന്ധം എന്നത് ശരീരങ്ങളുടെ കൂട്ടിച്ചേർക്കലാണോ? അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സന്തോഷവും സംതൃപ്തിയും മനസ്സിലാക്കുന്ന ഒരു ആഴത്തിലുള്ള ബന്ധമാണോ? പല ബന്ധങ്ങളിലും ചോദിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രധാന വിഷയമാണ് സ്ത്രീയുടെ രതിമൂർച്ച. ഇത് ഒരു ടെക്നിക്കോ ഒരു വേഗത്തിൽ കൈവരിക്കേണ്ട ലക്ഷ്യമോ അല്ല. ഇത് മനസ്സിലാക്കലിൻ്റെ, ആശ്വാസത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ലൈംഗിക ബന്ധത്തിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയങ്ങളിലൊന്നായ സ്ത്രീയുടെ രതിമൂർച്ചയും ശാരീരിക ബന്ധവും സംബന്ധിച്ച് ഇന്ന് നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഒരു സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കണമെങ്കിൽ ആദ്യം അവൾക്ക് തന്നെ സ്വന്തം ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. ചിലർക്കിത് വേഗത്തിൽ സംഭവിക്കാം, ചിലർക്കിത് സമയം എടുത്തേക്കാം. അത് പൂർണ്ണമായും സ്വാഭാവികമാണ്. പല സ്ത്രീകളിലും ഉത്തേജനം ആരംഭിക്കുന്നത് ശരീരത്തിൽ നിന്നല്ല, മനസ്സിൽ നിന്നാണ്. വെറും ലൈംഗിക ചിന്തകളേക്കാൾ റൊമാൻറ്റിക്കായ ബന്ധവും സുരക്ഷിതമായ അനുഭവവും ആശ്വാസവും ഇതിന് വലിയ പങ്ക് വഹിക്കുന്നു. സ്വയം മനസ്സിലാക്കൽ ഈ യാത്രയിലെ പ്രധാന ഘട്ടമാണ്. ചില സ്ത്രീകൾക്ക് സ്വന്തം ഭാവനകളെ തിരിച്ചറിയൽ, ശരീരത്തെക്കുറിച്ചുള്ള ബോധം, ആവശ്യമായാൽ ചില സഹായ ഉപകരണങ്ങൾ ഇവയെല്ലാം സ്വന്തം സന്തോഷം മനസ്സിലാക്കാൻ സഹായകരമാകാം. സ്വയംഭോഗം, വൈബ്രേറ്റർ ഉപയോഗം ഇവയെല്ലാം ഒരു ഘടകമാണ്. ഒരു സ്ത്രീക്ക് സ്വയം എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായാൽ, അഥവാ സ്വയം രതിമൂർച്ച നേടാൻ കഴിയുമെങ്കിൽ അത് പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധത്തിലും ഉൾപ്പെടുത്താൻ എളുപ്പമായിരിക്കും. പലർക്കും തോന്നുന്ന മറ്റൊരു കാര്യമാണ് ലിംഗപ്രവേശനത്തിലൂടെ മാത്രം രതിമൂർച്ച ഉറപ്പാക്കണം എന്നത്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. എല്ലാ ബന്ധത്തിലും എല്ലാ സമയത്തും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഓരോ തവണയും ലിംഗപ്രവേശനത്തിലൂടെ രതിമൂർച്ച നേടുക എന്നത് എല്ലായ്പ്പോഴും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി കണക്കാക്കേണ്ടതില്ല. ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും തയ്യാറെടുപ്പുകളും വേണ്ടി വന്നേക്കാം. അത് ഒരു ടാർഗറ്റ് ആക്കുമ്പോൾ ബന്ധം ആസ്വാദനമായി അല്ല, സമ്മർദ്ദമായി മാറും. ആരോഗ്യകരമായ ഒരു സമീപനം എന്തെന്നാൽ പങ്കാളികൾ പരസ്പരം ശ്രദ്ധിക്കുക, ഒരാളുടെ സന്തോഷത്തിനായി മറ്റേയാൾ ആവശ്യമായ സമയം എടുക്കുക, ഊഴമെടുത്തുള്ള സംതൃപ്തി സ്വീകരിക്കുക. ഇവിടെയാണ് യഥാർത്ഥ ബന്ധം വളരുന്നത്. സ്ത്രീയുടെ രതിമൂർച്ച ഒരു പരീക്ഷയല്ല, ജയിച്ചു ഗപ്പ് വാങ്ങേണ്ട ഒരു പ്രകടനവുമല്ല. അത് മനസ്സിലാക്കലിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമാണ്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.